ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ നിത്യം ഉപയോഗിക്കുന്ന ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് കിടിലൻ സൂത്രങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് പാചകത്തിന് മാത്രമല്ല വീട്ടിലുള്ള പല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഈ ഉപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടുള്ള കുറച്ച് കിടിലൻ സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് കുറേ ദിവസം കഴിയുമ്പോഴത്തേനും മിക്കപ്പോഴും അതിനകത്ത് എന്തെങ്കിലും ചെള്ള്, വണ്ട്, പ്രാണി ഒക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ തണുപ്പൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനകത്തൊരു പൂപ്പലൊക്കെ വരും അല്ലേ. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഇതുപോലെ പൊടികളൊക്കെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ആ പൊടിക്കുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ ഗോതമ്പ് പൊടി ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാൻ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും നമ്മൾ ഇറച്ചി, മീൻ, അതുപോലെ ഫുഡ് ഐറ്റംസ്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ബാഡ് സ്മെല്ലൊക്കെ ഉപ്പങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പം ബാഡ് സ്മെല്ല് മാറാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്തേക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്, അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ ഇതുപോലെ മൂർച്ച കുറവുള്ള കത്രികകളൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. മൂർച്ച കുറഞ്ഞു പോയാൽ ഇതുപോലെ ഉപ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു 1-2 മിനിറ്റ്, 2-3 മിനിറ്റ് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കത്രികയൊക്കെ നല്ലൊരു മൂർച്ചയും കിട്ടും, നല്ല ഷാർപ്പാവും. അതുപോലെ തന്നെ എന്തെങ്കിലും തുരുമ്പോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഇതുപോലെ കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അത് ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ നമുക്ക് കുറവ് തോന്നാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മൂർച്ച ഒട്ടും ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് നന്നായിട്ട് മൂർച്ച കിട്ടും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി കിട്ടുകയും ചെയ്യും. നമ്മുടെ മിക്സിയുടെ ജാറിനുള്ള ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ മാറ്റാനുള്ള ഒരു കഴിവും യൂപ്പിനുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാൻ കുറച്ച് ഉപ്പൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചണിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ, സ്പോഞ്ചൊക്കെ നമുക്കിതുപോലെ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം ഇതുപോലെ രാത്രിയിലൊക്കെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്ക് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അതുപോലെ ഒരുപാട് അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഈ സ്പോഞ്ചിൽ, സ്ക്രബ്ബറിലൊക്കെ. അതൊക്കെ പോയിട്ട് നമ്മുടെ ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നമ്മുടെ സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ കത്തികളൊക്കെ മൂർച്ച പോകുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാം. ഞാൻ ഇടിയെല്ലാം വെച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കത്തികളൊക്കെ ഈ രീതിയിലൊന്ന് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര മൂർച്ചയില്ലാത്ത കത്തിയാണെങ്കിലും നമുക്ക് നന്നായിട്ട് മൂർച്ച കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ടിപ്പാണ്, കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഡ്രെയിനേജ് ഹോളിൻ്റെ അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറു ചൂടായിട്ടുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പൈപ്പിലുള്ള അണുക്കളും അഴുക്കും ഒക്കെ പോയി കിട്ടും, ബാഡ് സ്മെല്ലൊക്കെ മാറും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറാനും നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാറ്റയുടെയോ പല്ലിയുടെയോ ഒന്നും ശല്യം പിന്നെ ഉണ്ടാകത്തില്ല കേട്ടോ. അഴുക്കും അണുക്കളും ഒക്കെ പോയി കിട്ടും. ഇനി കുറച്ച് പച്ചവെള്ളം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ജോലിയൊക്കെ ഒരുപാട് കിച്ചണിൽ ചെയ്യുകയും പാത്രം കഴിയുകയും അതുപോലെ തന്നെ തുണിയൊക്കെ വാഷ് ചെയ്യുമ്പം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ വല്ലാണ്ട് ഒന്ന് ഹാർഡാവും അല്ലേ. അപ്പോൾ ആ ഒരു മൃദുത്വമൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇതുപോലെ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ കയ്യിലിട്ട് കൊടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ കയ്യെ. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ മീനൊക്കെ മുറിക്കുന്ന സമയത്ത് ആ ഒരു കയ്യിലെ മീനിൻ്റെയൊക്കെ ആ ഒരു ഉളുമ്പ് മണം ഉണ്ടല്ലോ, അതൊക്കെ മാറാനും നമുക്ക് ഉപ്പ് വെച്ചിട്ട് ഇങ്ങനെ തേച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, നല്ലൊരു മൃദുത്വം നമ്മുടെ കൈക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ വിനാഗിരി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് സ്മെല്ലിനായിട്ട് പുൽത്തൈലം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പുൽത്തൈലാണ് ഒഴിക്കുന്നത്. നമ്മുടെ കയ്യിൽ പുൽത്തൈല ഇല്ലെങ്കിൽ കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ കംഫർട്ടിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സായി കിട്ടണം. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുള്ള് വെള്ളം കൂടി നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പി ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബാത്റൂമിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച ടോയ്ലറ്റ് ആണെങ്കിലും തുരുമ്പോറയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ അഴുക്കും കറയും ഒക്കെ പോയി കിട്ടും. നമ്മുടെ ടോയ്ലറ്റ് നല്ല വൃത്തിയായി കിട്ടും. നമ്മൾ ബ്രഷ് വെച്ച് ഉരയ്ക്കുകയോ തേച്ച് കഴുകുകയോ ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി. നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നമ്മുടെ ടോയ്ലറ്റ്. അപ്പോൾ നമ്മൾ ഉരച്ച് കഴുകാതെയും കഷ്ടപ്പെടാതെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആകാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.